ഹബീബായ നബി തങ്ങൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരവസരം ലോകത്തോട് പറയുകയാണ്. ഒരു ഖുതുബയിൽ മഹാൻ പ്രസംഗിക്കുകയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ ലോകത്തോട് പറഞ്ഞു, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറൻ മിൻ ഇംറഅത്തിൻ സാലിഹ. ഉമർ ഖത്താബ് തങ്ങളുടെ ഖുതുബയാണ്. ഉമർ ഖത്താബ് തങ്ങളുടെ ഉപദേശമാണ്. എന്താ മഹാൻ പറഞ്ഞത്? മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി. അത് മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ മിൻ ഇംറഅത്തിൻ സാലിഹ. തങ്ങൾ പറഞ്ഞെന്താ? ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, വിശ്വാസിയായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിച്ചതിന്റെ ശേഷം പിന്നെ അയാൾക്ക് ലോകത്ത് പടച്ച റബ്ബ് ചെയ്യുന്ന ഏറ്റവും വലിയ ഖൈറാണ്, എല്ലാത്തിനേക്കാളും വലിയ ഖൈർ ഒരാള് മുഅ്മിനാവുക എന്നതാണ്, ഒരാള് വിശ്വാസിയാവുക എന്നതാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാവുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഖൈർ, അതാണ് ഏറ്റവും വലിയ സ്റ്റാർ. അതിനേക്കാളും വലിയൊരു ഖൈർ ലോകത്തില്ല. എന്നാൽ ഒരാൾ വിശ്വാസിയായതിന്റെ ശേഷം, ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം ഉറപ്പിച്ചതിന്റെ ശേഷം അയാൾക്ക് പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഖൈർ ഏതറിയുമോ? മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ മിൻ ഇംറഅത്തിൻ ഹസനതു ഖുലുഖു. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അതേ മുഅ്മിനായതിന്റെ ശേഷം, അല്ലാഹു തആല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചതിന്റെ ശേഷം ഒരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തറിയുമോ? അയാൾക്ക് അല്ലാഹു നല്ല പെണ്ണിനെ കൊടുക്കുക, സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. നല്ല വീടല്ല നല്ല ഭാഗ്യം. അല്ലേ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ ഭാഗ്യം ഒരാള് മുഅ്മിനായി കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ലോകത്ത് അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വാലിഹത്തായ പെണ്ണാണ്. കെട്ടിയ പെണ്ണ് നല്ലവളാണോ? മതബോധമുള്ളവളാണോ? മഗ്‌രിബിന്റെ സമയത്ത് ടിവിന്റെ മുന്നിലിരുന്നിട്ട് ധാരാവായി കാണാത്തവളാണോ? എന്നെ ടൈം യൂട്യൂബില് പോയിട്ട് അങ്ങനെ ഓൺലൈനിൽ കുത്തിരിക്കാത്ത പെണ്ണാണോ? നല്ല പെണ്ണാണോ? എന്നാൽ ആ പുതിയാപ്പിള ഭാഗ്യവാനാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതരാണ്, ലോകം വാഴ്ത്തിയ മഹാനരാണ്. 40 വർഷത്തോളം മദീന പള്ളിയിലെ വലിയ ഇമാമാണ്, ഖാളിയാണ്. ചരിത്രം പറയുന്നുണ്ട് 40 കൊല്ലത്തോളം മദീന പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട് വിട്ടിറങ്ങിയ പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട്, ഇങ്ങനെ 40 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ മറിയാതെ വളയാതെ ചുറ്റാതെ നേരെ വീട്ടിലേക്കും പള്ളിയിലേക്കും മാത്രം നടന്ന മഹാൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അത്ര കണ്ട് അല്ലാഹനെ പേടിച്ച, തിരിഞ്ഞു മറിഞ്ഞു നോക്കിയിട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട, മദീനയുടെ ബജാർ ചുറ്റിയിട്ട, പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് വല്ല ആവശ്യത്തിനാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് നേരെ പോയത് മദീനത്തെ പള്ളിയിലേക്ക് ഇത്തികാഫിരിക്കാൻ, ദർസ് കൊടുക്കാൻ, അവിടെയുള്ള ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ, ഫത്വ കൊടുക്കാൻ, ഖളാഇ വിധിക്കാൻ. മദീന പള്ളി തന്റെ വീട് മദീന പള്ളി. ഇതായിരുന്നു 40 കൊല്ലത്തോളം മഹാനരുടെ ജീവിതം. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. വലിയ പണ്ഡിതരാണ്, വലിയ ആലിമാണ്. തനിക്കുണ്ട് ഒരു മകൾ, ആ മഹാനുണ്ട് ഒരു മകൾ, ബാപ്പാരെ പോലെ തന്നെയാണ്.
നല്ല ദീനീ ബോധമുള്ള പെണ്ണ്, പണ്ഡിതയായ പെണ്ണ്, ധാരാളം ഇൽമുള്ള പെണ്ണ്, നല്ലോണം അല്ലാഹനെ പേടിക്കുന്ന പെണ്ണ്. ബാപ്പാ കൊത്ത മോള്. അപ്പൊ ഉസ്താദ് ഞങ്ങളെ മോള് നിങ്ങൾക്കൊത്ത മോള്, ചക്കിക്കൊത്ത ചങ്കര അല്ലേ? ബാപ്പ അങ്ങനത്തെ മോള് അങ്ങനല്ലേ? ഉമ്മ 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 മതില് ഉമ്മ വേലി ചാടിയെങ്കില് ബാപ്പ മകൾ മതില് ചാടി. ഉമ്മ വേലി തുള്ളിയെങ്കില് മോവ അകറുതുള്ളൂ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ എന്തേ? ഉമ്മാന്റെതല്ലേ വിത്ത്. ബാപ്പ കള്ളനാണെങ്കില് മകൻ ജാമ കള്ളൻ. അതങ്ങനെ വരും. വിത്ത് ഗുണം 10 ഗുണം. എന്നാ ഈ ബാപ്പ നല്ലവരാണ്, ഈ ബാപ്പ നല്ലവരാണ്. നല്ല ശിക്ഷണം, നല്ല അദബ്, നല്ല അച്ചടക്കം, നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം എല്ലാം പഠിപ്പിച്ചിട്ട് മകള് വളർത്തിയപ്പോ ആ മകള് നല്ലവളായി, വലിയ പണ്ഡിതയായി. ശുദ്ധ ഖുർആൻ ധാരാളം അറിഞ്ഞ പെണ്ണാണത്. മംഗലം കഴിഞ്ഞിട്ടില്ല, ചെറിയ വയസ്സ്. മാത്രവുമല്ല എത്ര കണ്ട് പാണ്ഡിത്യമുണ്ടോ, എത്ര കണ്ട് നല്ല സംസ്കാരമുണ്ടോ, എത്ര കണ്ട് അറിവുണ്ടോ, അതുപോലെ ആ മകൾക്കുണ്ട് പടച്ച റബ്ബ് ധാരാളം ചന്തം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മോളെ പോലത്തെ മുരിങ്ങന്റെ കോള് പോലത്തെ പെണ്ണല്ല. നല്ല ഗ്ലാമറാണ്, നല്ല ചന്തമാണ്. ആ മകൾ ഏതുവരെ പണ്ഡിതയാണെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് ഖുർആൻ ആയത്താണല്ലോ. ഖുർആൻ ആയത്താൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്താൻ. നല്ലൊരു ദുആയാണ്, പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നബി തങ്ങൾ ധാരാളം ദുആ ഇറക്കുമ്പോൾ പറഞ്ഞിരുന്നൊരു ദുആയും കൂടിയാണ് അല്ലേ? വിശാലർത്ഥമുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന. നാളെ ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നല്ല അർത്ഥമാണ്, വിശാലർത്ഥമാണ്. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? അത് എല്ലാ നല്ലതും പെട്ടു. അതില് എല്ലാ നല്ലതും പെട്ടു, എല്ലാ നല്ലതും പെട്ടു, എല്ലാ നല്ലതും പെട്ടു. പക്ഷേ ചില ഇമാമിയങ്ങൾ പറയുന്നു, ആ ഇമാമിയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഇമാമാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മകൾ, ഈ പറയാൻ പോകുന്ന പെണ്ണ്. ആ പെണ്ണിനോട് ഒരവസരം മഹാനായ വാപ്പ, ലോകം കണ്ട പണ്ഡിതർ, മദീനയിലെ പണ്ഡിതർ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു അവസരം ചോദിച്ചു അത്രേ, അല്ല മോളെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനെ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ എന്ന് എപ്പോഴും ഞങ്ങൾ ദ്വാരക്കുന്നല്ല. പടച്ച റബ്ബ് പറഞ്ഞല്ലോ, എന്താണ് ആ നല്ലത്? ആ ചോദിക്കണം നല്ലത് ഏതാ എന്ന് ചോദിച്ചപ്പോ, മകളോട് ചോദിച്ചപ്പോ അതിന്റെ അർത്ഥമായിട്ട് മകൾ പറഞ്ഞത്, വാപ്പാ ദുനിയാവിലുള്ള നല്ലത് തരണേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് നൽകണേ എന്ന് ചോദിച്ചെങ്കിൽ ആ ചോദിക്കുന്ന നല്ലത് ഏതറിയുമോ? അസ്സൗജതു സ്വാലിഹാ, നല്ല ഭാര്യയെ തരണേ എന്നാണ്. നല്ല ഭാര്യയാണോ കിട്ടിയത്? നല്ല പെണ്ണാണോ കിട്ടിയത്? എന്നാ പിന്നെ ദുനിയാവ് മുഴുവനും നന്നായി, വീട് നന്നായി, നാട് നന്നായി, കുടുംബം നന്നായി. കെട്ടിയ മാപ്പിള കള്ളുകുടിയവനാണെങ്കിലും കെട്ടപ്പെട്ട പെണ്ണ് നല്ലവളാണെങ്കിൽ മാപ്പിളന്റെ കള്ളുകുടി പോലും അവൻ നിർത്തുമെന്ന് ചരിത്രം സാക്ഷിയല്ലേ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നീ നല്ല പെണ്ണിനെ തരണേ എന്നാണെന്ന് സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ മകൾ വ്യാഖ്യാനിച്ചു. വലിയൊരു വ്യാഖ്യാനാണ്. ഒരുപാട് ഇമാമിങ്ങൾ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയ വലിയ ഇമാമും കൂടിയാണ് ആ പെണ്ണ്. ചെറിയ ആളൊന്നുമല്ല, ഞങ്ങളെ പെണ്ണിനെ പോലെ ഗുള്ളൊന്നും അറിയാത്ത പെണ്ണൊന്നും അല്ല.
മനസ്സിലാക്കണം. ആ പെണ്ണിനെ കെട്ടാൻ നാട് ഭരിക്കുന്ന മദീന ഭരിക്കുന്ന മർവാനിന്റെ മകൻ വലീദ് അടക്കമുള്ള രാജകുമാരന്മാര് വന്നു. സുന്ദരന്മാരായ സുമുഖന്മാരായ ചേലത്തവരായ അധികാരമുള്ളവരായ പണത്തിന്റെ പളപളപ്പിൽ ജീവിക്കുന്നവരായ പലരും ആ പെണ്ണിനെ പേടിച്ചു വന്നു. സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ലോകമാദരിക്കുന്ന മഹാനായ പണ്ഡിതന്റെ നല്ലവളായ പണ്ഡിതയായ ജ്ഞാനസാഗരമായ ചേലത്ത മകളെ കെട്ടാൻ പലരും കടന്നു വന്നു. അവരോടെല്ലാം ആ ബാപ്പ പറഞ്ഞത് സമയമാകട്ടെ പറയാം, സമയമാകുമ്പോ ഞാനത് റിപ്ലൈ തരാം, സമയമാകുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവരെ മടക്കി അയക്കുന്നു. ആ പെണ്ണിനെ മേടിച്ച് പെണ്ണ് കെട്ടാൻ വന്നവരെ കൂട്ടത്തിൽ പലരുമുണ്ട്. നാട് ഭരിക്കുന്ന രാജാവിന്റെ മകന് പോലും രാജകുമാരന് പോലും അതേ വലീദ് പോലും ആ പെണ്ണിനെ കെട്ടാൻ ആ ബാപ്പാന്റെ മുമ്പിൽ വന്നു. ഒരാൾക്കും കെട്ടിച്ചില്ല. സമയമാകട്ടെ, സമയമാകുമ്പോ പറയാ ആർക്ക് കെട്ടിക്കണോ ഇൻഷാ അല്ലാഹ് ഞാൻ കെട്ടിക്കാം. എന്റെ മോളല്ല, ഞാൻ കെട്ടിച്ചോ. തൽക്കൂട്ട നിങ്ങ വന്നോറുന്നതിന് പറ്റലാന്നതിന് അർത്ഥമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ സമയമാകുമ്പോ പറയാം. എന്നിട്ട് എന്താക്കറിയോ, ഒരവസരം മഹാനരുടെ ശിഷ്യൻ വിവാഹം കഴിഞ്ഞ ഒരു ശിഷ്യൻ, പ്രായമുള്ള ഒരു ശിഷ്യൻ, ചെറിയ വയസ്സല്ല 30 കഴിഞ്ഞ ഒരു ശിഷ്യൻ, പെണ്ണ് കെട്ടിയ ഒരു ശിഷ്യൻ മഹാനായ ഗുരു സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ എന്ന തന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി ആ ശിഷ്യൻ വരുന്നു. സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷയം പറയുമ്പോ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതരാകുന്ന ഉസ്താദായിട്ടുള്ള ആ മഹാനർ തന്നെ കാണാൻ വന്ന ശിഷ്യനോട് ചോദിച്ചു അത്ര, അല്ല നാളേറെയായല്ലോ കണ്ടിട്ട്, ഇങ്ങോട്ടൊന്നും ഇപ്പൊ വരലില്ലാലോ, എന്തേ കാര്യം, എങ്ങനെയുണ്ട്, റാഹത്തല്ലേ, സുഖമല്ലേ, കുട്ടിയോടും കെട്ടിയോളൊക്കെ റാഹത്തല്ലേ എന്ന് ചോദിച്ചപ്പോ ആ ശിഷ്യൻ പറഞ്ഞ മറുപടി എന്തറിയോ, ഉസ്താദേ ഞാൻ മുമ്പൊക്കെ ധാരാളം വന്നിരുന്നു, ഇടക്കിടക്ക് വന്നിരുന്നു, തങ്ങളെ കണ്ടിരുന്നു, ദ്വാരപ്പിച്ചിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു വരാതെ മാസങ്ങളായി. കാരണമുണ്ട്, ഞാൻ കെട്ടിയ ഭാര്യ മരണപ്പെട്ടുപോയി. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഇടപെട്ടു പോയപ്പോ അതിന്റെ ദുആവും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമായി ഞാൻ അങ്ങ് ബന്ധപ്പെട്ടപ്പോ കുറച്ചു നാള് വൈകിയതാ, ക്ഷമിക്കണേ എന്നെല്ലാം പറഞ്ഞിട്ട് ഉസ്താദിനോട് കാരണം ബോധിപ്പിച്ചപ്പോ സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ലോകമറിഞ്ഞ പണ്ഡിതർ 40 കൊല്ലത്തോളം മദീന പള്ളിയിൽ മാത്രം ഇബാദത്തെടുത്ത മഹാനർ അവിടുന്ന് പിന്നെ ചോദിക്കുകയാണ്, അല്ല മോനെ എന്നൊരു പെണ്ണ് കെട്ടണ്ടേ, ചെറുപ്പ വയസ്സല്ലേ, ബാല്യപ്രായമല്ലേ, പെണ്ണ് മരിച്ചു, കെട്ടിയ പെണ്ണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊല്ലം മുഴുവനും ആണ്ട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ, അത് ഞങ്ങളെ സ്വഭാവമല്ലല്ലോ, ഇതിനൊരു പെണ്ണ് വേണ്ടേ. ആ സമയത്ത് ആ ശിഷ്യൻ പറഞ്ഞു, ഇതിനൊരു പെണ്ണോ, കെട്ടിയ പെണ്ണെന്നെ കിട്ടിയത് വലിയ അത്ഭുതം. എന്തേ 3 മുക്കാല് കയ്യിലില്ലാത്ത ആള്, 4 ദിർഹം എന്റെ കയ്യിലില്ല, 4 ദിർഹം. ചരിത്രം അങ്ങനെ, 4 ദിർഹം എന്റെ കയ്യിൽ, ഞാനൊരു പാവം, എനിക്ക് ആര് പെണ്ണ് തരാൻ. അന്ന് ഓള പാപ്പ എന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതലൊന്നും നോക്കാത്തത് കൊണ്ട് എനിക്ക് ആ പെണ്ണിന് കിട്ടിപ്പോയി. അതങ്ങനെ പോവുകയും ചെയ്തു. എന്റെ കഷ്ടകാലം എന്നല്ലാണ്ട് പിന്നെന്ത് പറയാം. എനിപ്പോ എനിക്കാര് പെണ്ണ് തരാൻ, എന്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല, എന്റെ കയ്യിൽ കാശൊന്നുമല്ല, ഞാനൊരു പാവമാണ്, എനിക്ക് ആര് പെണ്ണ് കെട്ടാൻ. അപ്പൊ തൽക്കാലം ഞാൻ ആ ഭാഗേ ചിന്തിച്ചിട്ടാ, വെറുതെ ആവശ്യമില്ലാത്തിന് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ വന്ന ശിഷ്യനോട് ചോദിച്ചു അത്രേ, അതേ എന്റെ മകളെ സ്വീകരിക്കുമോ? പണ്ഡിതയായ
പണ്ഡിതയായ സുബ്ഹാനല്ലാഹ് ഒരുപാട് വലിയവരായ അലിമീങ്ങൾ ഉസ്താദായ അപ്പാനെ പോലെ ലോകമാദരിച്ച മഹതിയായ സുന്ദരിയായ ചേലത്ത പെണ്ണായ ആ മകളെ ചൂണ്ടിയിട്ട് വന്ന ഈ ശിഷ്യനോട് മുന്നേ പെണ്ണ് കെട്ടി വേറൊരു പെണ്ണ് കെട്ടിയ പെണ്ണ് മരണപ്പെട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ശിഷ്യനോട് ആ ഉസ്താദ് ചോദിച്ചു അത്ര, അല്ല മോനെ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തന്നാലോ? ഇത് പറഞ്ഞപ്പോ അയാൾ ആകെ പിന്നെ എന്താ പറയാ അന്തം വിട്ടു. അയാൾ ആകെ സ്തംഭിച്ചു പോയി. ഉസ്താദിന്റെ മോളെ കെട്ടാൻ എത്ര ആള് വലിയ വലിയ രാജാക്കന്മാര് രാജകുമാരന്മാര് വലിയ പൈസക്കാര്. ഉസ്താദിന്റെ മോളായി എത്ര നല്ല പെണ്ണ്. ചന്തം മാത്രല്ല അതിനെക്കാളേറെ ദീനും പഠിപ്പും അതും ഇതും എല്ലാം ഉള്ള ആള്. അപ്പൊ ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിട്ട് ഇവിടെ മനുഷ്യന്മാർ ക്യൂ നിൽക്കുമ്പോ ഉസ്താദ് എന്നോട് നീ കേട്ടോ. അപ്പൊ ഈ വന്നാള് വിചാരിച്ച് കേൾക്കുന്നത് നേരെ ഞാലെ കിനാകാണ് ഇതെന്ത് കഥ അല്ലെ എനിക്ക് എന്തെങ്കിലും ആയിന. അയാൾ പിന്നെ സമാധാനിച്ചല്ല, ഞാൻ നേരെ ഉണ്ട്, ഞാൻ ഇഷാർത്തിലുണ്ട്, ഉസ്താദ് എന്നോട് ചെന്ന ഇത് കിനാവാണെന്നൊന്നും അല്ല എന്നായപ്പോ ആ ഉസ്താദ് പറഞ്ഞു കെട്ടിച്ച് തന്നാ കേട്ടോ. ഞാൻ എന്തോ ആണ് എന്റെ കയ്യിൽ ഇല്ല, എന്തിലും ഒരു മഹറെങ്കിലും കൊടുക്കണം, വേറൊന്നും വേണ്ട, അങ്ങ് കൊടുക്കണ്ടേ, ഞമ്മ ഇങ്ങ് കിട്ടണ്ടേ. കെട്ടിയവനോട് ചോദിച്ചോക്ക്, കെട്ടാനുള്ളവനോട് ചോദിച്ചോക്ക്, അങ്ങ് കൊടുക്കണ്ടേ അവന്റെ ബേജാറ്, അല്ല ഇങ്ങ് കിട്ടണ്ടേ എന്റെ അവന്റെ ബേജാറ്. പുതിയാപ്പിളോട് മാത്രം കേൾക്കണ്ട, പുതിയാപ്പിളന്റെ ബാപ്പാടും കേട്ടോ, ഖബറിലൊക്കെ കാള് നീട്ടിയ ആളില്ല, അയാളോടും കേട്ടോ. കാരണം ചെന്നാൽ തന്നെ ശരിക്ക് കിട്ടണം, വലിച്ചിട്ട് കിട്ടണം, അടക്കന്റെ കൊല പോലെ തന്നെ കൊണ്ടുവരണം വരുമ്പോ തൂക്കി. അതിന് മോനോട് കെട്ടാൻ ചെല്ലണ്ട, നിങ്ങൾക്ക് തന്നെ ഒന്ന് കെട്ടാവും. അതിന് മോനോട് കെട്ടാൻ ഒരു കൊല കൊണ്ടുവരണം. ഭയങ്കര നല്ല ഈമാൻദാരിയല്ലേ, വിഷയം അങ്ങനെയാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ചില കാരണവന്മാർ, ചില ബാപ്പമാർ, ചില ഉപ്പാപ്പമാർ, ചില ജമാഅത്തിന്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്തിനെ തീർക്കുന്ന ചില ന്യായാധീശന്മാരൊക്കെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്താ പറയാ, നിങ്ങളെ ഭാഷയിൽ എന്താ പറയാ, നിശ്ചയിപ്പ് നടക്കുന്ന സമയത്ത് നാളുകുറി എന്തായാലും പറയുന്നത്, എന്ത് നാള് കുറിക്കുന്ന സമയമില്ലേ, എൻഗേജ്മെന്റിന്റെ സമയമില്ലേ, എന്ത് ഉറപ്പിക്കുന്നു അല്ലെ, ഉറപ്പാക്കുന്ന സമയമില്ലേ, ആ സമയത്തൊക്കെ ഇവർ പോവും. ഏത് ഇന്നോളം വീട്ടിലേക്ക് വരാത്തയാളാപ്പ, ഇന്നോളം വീട്ടിന്റെ മുറ്റത്ത് കാണാത്ത കാക്ക, നാട്ടിൽ ചില വയസ്സന്മാർ, ചില കമ്മിറ്റി നേതാക്കന്മാർ വരെയുണ്ട്. എന്നിട്ട് അവിടെ പോവും, നന്നായിട്ട് അവിടെയുള്ള മണ്ണും മൺസുത്തുന്നും, എന്നിട്ട് പറയും ഇനി ഞമ്മ തുടങ്ങല്ലേ, തുടങ്ങിയിട്ടല്ല പൊക്കളി വീഴ്ചയുടെ, ഇനി തുടങ്ങുന്നത് എന്നിട്ട് തുടങ്ങാനുള്ള, അല്ല നമ്മ വിഷയം തുടങ്ങല്ലേ, ആ തുടങ്ങാം. അങ്ങനെ ഇയാൾ തുടങ്ങി എന്തറിയോ, കേൾക്കണ ഇത് സുബ്രഹ്മണ്യത്ത് പോത്തനോട്ടുന്നതല്ല, പെണ്ണിന് കെട്ടുന്നതാണ്. അതിന് ഇസ്ലാമിൽ ചില നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്ത് പെണ്ണ് കെട്ടുന്ന കല്യാണം കഴിക്കുന്ന മോളെ തെരഞ്ഞെടുക്കുന്ന എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ കുട്ടികൾ എന്ത് ഡേണേറ്റ് മാച്ചാതെ ആണോ? അത് ഇസ്ലാമിൽ എത്ര ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു കാര്യല്ലേ, ഏറെ ശ്രദ്ധയുള്ളൊരു കാര്യല്ലേ, വളരെ 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 സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ എൻഗേജ്മെന്റിന് എന്ത് ഈ ഉറപ്പിന് വേണ്ടിട്ട് പോയ ഈ ഒരെണ്ണം കൂടിയിട്ട് അവിടെ അങ്ങനെ തിന്നിട്ട് അങ്ങനെ തേക്കിട്ടിട്ട് പല്ലിന്റെ ഇടക്ക് കോളിട്ടിട്ട് പറഞ്ഞെന്തറിഞ്ഞ, പിന്നെ അപ്പൊ ഞമ്മ ഡിസംബർ 10 വന്നല്ല. പിന്നെ പെണ്ണിന്റെ കൂട്ടർക്ക് മുണ്ടാൻ റേറ്റ് ഒന്നും ഇല്ലല്ലേ, എന്തേ അത് പെണ്ണിന്റെ കൂട്ടറല്ലേ, നിനക്ക് എന്താ കൊമ്പുണ്ട്, നീ ആര് ഓർക്കുണ്ട്, നിന്റെ ജീവിത പകുതിയാണത്. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനത്തിന്റെ ഫ്രണ്ട് ടയറിലെ ഒരു ടയറാണവൾ, നീ ഒരു സൈഡ്, അവൾ ഒരു സൈഡ്. ഒരുപോലെ കറങ്ങണം, ഒരുപോലെ ഓടണം, ഒരുപോലെ കാറ്റ് വേണം, ഒരുപോലെ പെർഫെക്റ്റ് ആവണം. ഒന്ന് പഞ്ചറായാ മറ്റത് നടക്കില്ല, ഒന്ന് മുന്നോട്ട് കറങ്ങിയാ മറ്റത് പിന്നോട്ടായാ സംഗതി നടക്കില്ല. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് പോകില്ല.
അതിന്റെ 2 ടയറുകളാകുന്ന മാപ്പിളവഞ്ഞായന്മാർ, 2 ഹെണ്ടന്തിരോ അതേ ഭാര്യ ഭർത്താക്കന്മാർ ഒരുപോലെ ചിന്തിക്കുന്നവരാകണം, ഒരുപോലെ സമാനമായി ചിരിക്കുന്നവരാകണം, ഒരുപോലെ മതബോധമുള്ളവരാകണം. എന്നാലാണ് ആ ദാമ്പത്യ ജീവിതം പുഷ്കലമാകുന്നത്, സ്വർഗമയമാകുന്നത്, സുന്ദരമാകുന്നത്, ശാന്തസുന്ദരമാകുന്നത്, പടച്ചറപ്പ് പൊരുത്തപ്പെട്ട ദാമ്പത്യ ജീവിതമാകുന്നത്. അപ്പൊ 2 ആൾക്കും തുല്യ അവകാശമാണ്. പുതിയാപ്പിളന്റെ കൂട്ടറാണ്, ചെക്കന്റെ കൂട്ടറാണെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ എടുക്കാൻ നിൽക്കണ്ട. ഓടും അങ്ങനെ ആട്ടെ, സാരമില്ല, നമുക്കൊരു നടപ്പുണ്ട്, ആണുങ്ങൾക്കാണെന്ന് ആണുങ്ങളെ ഭാഗത്ത് ആയിക്കോട്ടെ, അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ. അപ്പൊ അത് കൂടുതൽ അതിനെ തിരുത്താൻ നിൽക്കണ്ട, നാളെ അതൊരു അതിൽ കൂടി പിടിക്കാം. അപ്പോ ഡിസംബർ 10 എന്താ അത് പണ്ടെല്ലാം അങ്ങനല്ല, പണ്ടെല്ലാം നല്ല നാളും നല്ല സമയം നോക്കിയിട്ട്. ഇപ്പൊ അങ്ങനല്ലേ, ഹോളിയാടെ ഫ്രീ ഉള്ള ആ നാളിലേക്ക് ബുക്കാക്കാം. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നാള് നോക്കിയിട്ട്, നല്ല നാള് നോക്കിയിട്ട് ആരും മംഗലം കഴിക്കലുമില്ല, നല്ല സ്ഥലം നോക്കിയിട്ട് പരക്ക് കുറ്റടിക്കലും ഇല്ല. ഇപ്പൊ പരക്ക് കുറ്റടിക്കുന്ന ആടെ നല്ല ടവർ കിട്ടുന്ന പോയിന്റ്, റേഞ്ച് വലിക്കുന്ന മംഗലം നല്ല നാളിപ്പോ അത് ഹോള് മംഗല ഹോൾ ഫ്രീ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഏതാണോ ആയിക്കോട്ടെ. ഡിസംബർ 10 തിങ്കളാഴ്ച 10:30 മണിക്ക്. എന്നിട്ട് എല്ലാരും പറഞ്ഞു, നിങ്ങളെ ഭാഗത്ത് ഞങ്ങളെ ഭാഗത്ത് 150 ആള്, നിങ്ങളെ ഭാഗത്ത് പിന്നെ വേറെ എന്തിനു വിഷയമുള്ള എന്ത് മുണ്ടനുള്ള, ഇനി കാര്യമായിട്ട് മുണ്ടനുള്ള കാര്യമായിട്ടെല്ലാം വേണ്ടി കഴിഞ്ഞല്ലോ. നിക്കാന്റെ സമയം കഴിഞ്ഞു, പറഞ്ഞു, ആള് പോകുന്നതും വരുന്നതും പറഞ്ഞു, ഹാൾ പറഞ്ഞു, ദിവസം പറഞ്ഞു, സമയം പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എല്ലാം പറഞ്ഞു. മാത്രല്ല തിന്നിട്ട് പൊക്കളും പിരിഞ്ഞു. ഇനി എന്ത് അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ വലിയ വിഷയമൊന്നുമല്ല. ഏത് ഹാള് അത് സുബ്രഹ്മണ്യ താങ്കൾ വീട്ടിലെ താങ്കൾ വിഷയമൊന്നുമല്ല. ഇപ്പൊ കിട്ടിയ സൗകര്യം പോലെ നോക്കാം. 10:30 10 11 ആയാലും പ്രശ്നമല്ല, 10:15 ആയെങ്കിൽ പ്രശ്നമല്ല. പിന്നെ പ്രശ്നം അല്ല, 150 അത് 200 ആളായെങ്കിൽ മോശമില്ല, 300 ആയെങ്കിൽ മോശമില്ല, 75 ആളായെങ്കിൽ ലാഭമായി, പ്രശ്നമല്ല. പിന്നെ എന്ത് പ്രശ്നം? പ്രശ്നം ആ 30 പവൻ ഇടുന്നറിഞ്ഞിട്ടില്ലേ, ആ 30 പവൻ ഇടുന്നറിഞ്ഞില്ലേ, അതിലൊരു ഇല്ല് കുറയാൻ കഴിയാ. ഒരു ഇല്ലി, ഇതാര് പറഞ്ഞേ? ഒരു പല്ലും ഇല്ലാത്ത ഒരു ഇല്ല് കുറയേണ്ടത്. അല്ല, ഇയാൾക്ക് എന്ത് ബേജാറാണ്? പെട്ടെന്ന് പുതിയ പണക്കാ ടെൻഷൻ ഇല്ല, അയാൾക്ക് വരെ ആശയുണ്ടോ? എന്നെ നല്ല നിലക്ക് നോക്കുന്ന, എന്റെ ഉമ്മ ബാപ്പാനെ നല്ല ചെമ്പാപ്പ് പോലെ നോക്കുന്ന, വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന, എനിക്ക് നല്ല സമാധാനം നൽകുന്ന, എന്നെ നല്ലോണം പിരിശം വെക്കുന്ന പെണ്ണായാ മതി എന്നാണ് മകൻ ചിന്തിക്കുന്നതെങ്കിൽ, പല്ല് പോയ ബാപ്പ പറഞ്ഞത് ഒരു ഇല്ല് പോലും കുറയണ്ടെന്നാ. അയാൾ ഒന്ന് ചിന്തിക്കട്ടെ, നാളെ സക്കറാത്തിന്റെ ബലി വലിക്കുമ്പോ ഗുറുകുറും സൗണ്ട് വരുമ്പോ ഒരു ഗ്ലാസ് തെളിയെങ്കിലും വീട്ടാനാടുന്നത് മോളല്ല, മരുമോള. മോള് പോയിട്ടില്ല വാണ്ട്. അധികം മക്കൾ അങ്ങനെയാണല്ലോ, പെണ്ണുമക്കൾ അധികം വീട്ടിലുണ്ടാവലില്ല. സാധാരണ വീട്ടിൽ കാണലാര മരുമക്കളാണ്. അപ്പൊ മരുമക്കളോട് അമ്മായിമാരായാലും കാക്കമാരായാലും ഭദ്രകാളിയായിട്ട് പെരുമാറാൻ പാടില്ല. മരുമോളും അങ്ങനെ വലിയ ഗജപോക്കിരിയായിട്ട് പാട്ടുള്ളക്ക് പോകാനും പാടില്ല. അവള് മനസ്സിലാക്കണം, ഇതെന്റെ ഉമ്മ, എന്റെ മാപ്പിളുടെ ഉമ്മ, എന്റെയും ഉമ്മ, എന്റെ മാപ്പിളുടെ ബാപ്പ അത് എന്റെയും ബാപ്പ, അത് ആരുമല്ല. ഇതുവരേക്കും അവരെ ഗർഭത്തിൽ ജനിച്ചവരാണിവൻ, അവർ പോറ്റിയവരാണിവൻ, അവരെ എല്ലാമായ മകനാണിവൻ. ഇന്ന് എന്റെ മാപ്പിളയാണേലും അതേ എനിക്കേറെ വിരിശപ്പെട്ടവരാണേലും അവരെ മകനല്ലേ. അപ്പൊ ഞാനവനെ കൊത്തിക്കൊണ്ട് ദൂരെ പോകുന്നതിന് അർത്ഥമില്ല. ഈ ബാപ്പ ഉമ്മ അന്യരല്ല. അയാളെ ബാപ്പ അതെന്റെയും ബാപ്പയാണ്, അയാളെ ഉമ്മ അതെന്റെയും ഉമ്മയാണ്. ചിന്തിക്കണോ? മരുമക്കളും അങ്ങനെ ചിന്തിക്കണോ? പോയത് മാത്രല്ല മോവ, പിന്നെ വന്നത് മോളന്നെ, അത് എന്റെ മോളന്നെ. അതായത് എന്റെ മോന്റെ ഓള്, അത് എന്റെ മോളന്നെ. ഇത് മരുമക്കളെ വിഷയമല്ല, മോളെ തന്നെ വിഷയം, മോളെ തന്നെ വിഷയം. ചില ഉമ്മമാർക്കേ ഇത് ചെല്ലുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളെ കഥ ഞങ്ങൾ ഉസ്താദ് അറിഞ്ഞില്ല? നിങ്ങളെ തന്നെ കഥ, വേറെ ആരും അല്ല, ബനു ഇസ്രായേലിന്റെ കഥ അല്ല, നിങ്ങൾ തന്നെ.
നിങ്ങള് തന്നെ കാക്കമാറൊന്നും വില കെടുപിടി എന്തോ ആക്കലില്ല. ഈ മാപ്പിളുടെ വാപ്പന്മാറ് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പന്മാർ തന്നെ. പെണ്ണിന്റെ വാപ്പന്മാരും ചിലപ്പോ ഒരു ഗത്ത് ഗൗരവം കാട്ടു, എന്നാലും ചെക്കന്റെ വാപ്പന്മാർ അങ്ങനെ വലിയൊരു കൊടിപിടിക്കാൻ ഒപ്പിച്ചിട്ട് അങ്ങനെ പോകും. പൊതുവെ ഏത് വാപ്പന്മാരായാലും കാക്കമാരായാലും, കാക്കമാർ മനസ്സിലായില്ലേ? ഏത് കാക്ക? ഉമ്മാരാങ്ങളല്ല, ഉമ്മാരാങ്ങളല്ല. ഈ മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായിന്റെ വാപ്പ അവർ വലിയ കടിപിടിയാക്കലില്ല. സാധാരണ പൊന്നുള്ളിലുള്ള അസമാധാനം, അവിടെയുള്ള കൂറ്റും കോച്ചും, അവിടെയുള്ള പിണക്കവും പിന്നെ അസ്വസ്ഥതയും അമ്മായി മരുമക്കളെ കൊണ്ടാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പൊരന്റെ ഉള്ളില് മരുമോളും കാക്കയും പിണങ്ങിയതായിട്ട് ഒരു പേപ്പറിനും വന്നില്ല. ഇല്ല, എന്റെ അയാളെ പോളും തെങ്ങിന്റെ പുറത്ത് തന്നെ അയാളെ അടക്ക പറക്കിക്കൊണ്ടു, ആ പിന്നെ മോളെ കെട്ടിയ കടം വീട്ടിക്കൊണ്ടു, പൊരന്റെ ലോണ് തീർത്തോണ്ടു, അതിന്റെ ഇടക്ക് മോന്തി നേരത്തെ പോയിട്ട് ഒരു മിൽമ പാള് കൊണ്ടിട്ട് 4 കിലോ ഈ നങ്ക അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊടുത്ത് കറി വെച്ചിട്ട് അയാൾ അങ്ങനെ പോകുന്ന വാൾ ചൈനന്റെ ടോർച്ചും പിടിച്ചിട്ട് ഹദ്ദാദ്രാത്തിൽ ചെല്ലിക്കൊണ്ടു പള്ളിക്ക്. അയാൾക്ക് ഈ ഓളല് പെടുന്ന നേരണ്ട് ഇതിടെ പോലെ അരച്ച തന്നെ അരച്ചോണ്ടിരിക്കുന്ന ഈ ഉമ്മ അത് നല്ല മരുമോളാണോ? ദീനുള്ള മരുമോളാണോ? ചെല്ലിയ പെണ്ണാണോ? ഇസ്ലാം പറയപ്പെട്ട പെണ്ണാണോ? അതേ പപ്പാ, മോന് കൊണ്ടുവരുന്ന പെണ്ണിനെ ദീന് നോക്കിയിട്ട് കൊണ്ടുവന്നവളാണോ? ദീന് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പെണ്ണാണോ? അതേ ചെറുക്കാ, നിങ്ങളെ കെട്ടിയ പെണ്ണ് അവളെ മതം നോക്കിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പെണ്ണാണോ? എന്നാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. നിങ്ങളെ കുടുംബത്തെ അവള് ഭിന്നിപ്പിക്കില്ല. നിങ്ങൾക്കിടയിൽ അവൾ പരസ്പരം വൈരാഗ്യമുണ്ടാക്കില്ല. നിങ്ങളെ ഉമ്മ പപ്പാനെ അവൾ അകറ്റില്ല. ഉമ്മ പപ്പാന്റെ മുമ്പിൽ അവള് നാവ് നീട്ടില്ല. നല്ല ഉമ്മമാരും ബാപ്പമാരും അങ്ങനെ തന്നെ മരുമക്കളോട് ദേഷ്യത്തോടെ പെരുമാറില്ല. സാധാരണ കേൾക്കുന്ന ഒരു വിഷയം, മംഗലം കൈയോടത്തോളം യാ റഹ്മാൻ എന്ത് പിരിസപ്പാട്, മോന്റെ ഉമ്മാക്ക് മോനാളെ കിട്ട് നിക്കാനാന്നില്ല, പാപ്പാക്ക് നിക്കാനാന്നില്ല. മോനും അങ്ങനെ പല്ലുള്ളൊക്കെ വന്നെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോ തന്നെ ഒരേ ഒരു വിളി, എന്ത് ഉമ്മാ. അങ്ങനെ വിളിച്ചോണ്ടുണ്ടായ 10-28 കൊല്ലത്തോളം ഇങ്ങനെ ജീവിച്ച പുതിയാപ്പിള കഴിഞ്ഞ ജനുവരി 1 മങ്ങാലായ പിന്നെ ഇല്ല നാട്ടില് ഓളെ ഇങ്ങോട്ട് പോയിട്ടെന്നെ. എന്തായി ഇത്ര കാലത്ത് റാഹത്തിനുണ്ടായി? ഓർമ്മ അങ്ങനെ എന്നോട് അത് ശരിയാവും തോന്നുന്നില്ല. ഇനിയിപ്പോ അവനും അങ്ങനെ അവന്റെ കിടാക്കുമായി കുഞ്ഞായി. എനിക്ക് കഥ അറിഞ്ഞ നിങ്ങളെക്കാളേറെ 3 ഇരട്ടി കുഞ്ഞുങ്ങളും മക്കളുമായിട്ട് ചെറിയ ചെറ്റക്കുടിലിൽ ഞങ്ങളെ കാരണവന്മാര് രാജാക്കന്മാരെ പോലെ ജീവിച്ചു. ഉമ്മമാറ് തലത്ത് പായ വിരിച്ച് പുല്ലിപ്പായ വിരിച്ചിട്ട് അതേ ആ പഴയ കാലത്ത് ചക്കക്കുരു തിന്നിട്ട് ചക്കച്ചുള തിന്നിട്ട് സുബ്ഹാനല്ലാഹ് എത്ര ആറാംസ ജീവിച്ചവരാണ്. വൈരാഗ്യങ്ങളില്ല, പിണക്കങ്ങളില്ല, ആത്മഹത്യ ചെയ്ത വാർത്തകളില്ല, കേസിന്റെ കഥ പറയാനില്ല, ക്യാൻസറിന്റെ റിപ്പോർട്ട് കേൾക്കാനില്ല, തലാഖില്ല. ഇന്ന് തലാഖ് വ്യാപകമാണ്. തൊട്ടതിനും പിടിച്ചതിനും തലാക്ക അല്ലേ? ഇനി മോന് തലാക്ക് ചെല്ലാൻ മനസ്സിലെങ്കിലും ഉമ്മ വിടല, ഉമ്മ ചെല്ലും. നീ പൊക്കണമെങ്കിൽ ഓളെ തലാക്ക് ചെല്ലിട്ടാ വേണം. നീ പൊക്കണമെങ്കിൽ പാപ്പയും ചെല്ലും. ഈ അടക്കന്റെ ഒരു 4 കോണി നിനക്ക് കിട്ടണമെങ്കിൽ ഓളെ അളക്കിട്ടേ വരണം. എന്തേ ചില അമ്മമാർ അങ്ങനെയാണ്. ഞാൻ എല്ലാ അമ്മമാരും കുറ്റപ്പെടുത്തിയതല്ല, എല്ലാ മരുമക്കളെ പറ്റി പറഞ്ഞതുമല്ല. എന്റെ വിഷയം ഞാൻ എയിലെയോ കൊണ്ടുപോകണമില്ല. എന്റെ വിഷയം എയിലല്ല, അതിന് നമുക്ക് നല്ല ബോധമാണ്. എന്റെ വിഷയോ എന്റെ മാറ്റർ എന്റെ ബാബു എയിലല്ലായിപ്പോയി നമുക്ക് നല്ല ബോധമാണ്. അത് ഏടന്ന് മിസ്റ്റേക്കാന്ന് എനിക്കറിയാം. ഏതായാലും പിന്നെ ഇങ്ങനെ ഐസോടെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും ഞങ്ങൾക്ക് പറയാനും ഭാഗ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല മട്ടം പോലെ കേൾക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇത് കേക്ക് ഇതൊരു ദീനിന്റെ മജ്‌ലിസ് അല്ല. അങ്ങനെ ഇട്ടറിഞ്ഞു പേടിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, അദബ് കേടല്ലേ. അല്ലാഹു തആല ഞങ്ങളെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില അമ്മായിമാർ ചില മരുമക്കൾ
ചില അമ്മായിമാർക്ക് മരുമോ തൊട്ടതും കുറ്റം, പിടിച്ചതും കുറ്റം, കണ്ടതും എന്താക്കും കുറ്റം, ഉപ്പ് ഏറിയും കുറ്റം, ഉപ്പ് കുറഞ്ഞെങ്കിലും കുറ്റം. മക്കള് പെണ്ണുമക്കള് എന്താക്കും സാറില്ല, അതെല്ലാം ശരിയല്ല. മരുമോണ്ട് കേക്കണേ പെണ്ണുമോള് എന്താക്കി മുറിച്ചല്ല, എന്താക്കി മുറിച്ചല്ല, മോളല്ല മോളന്നെ എന്താക്കി മുറിച്ചാക്കണ്ട എന്നാ അതേപോലെ പ്രശ്നമാക്കണ്ട. മരുമകളെയും പ്രശ്നമാക്കണ്ട, അവളും മകള് തന്നെ. നിങ്ങളെ മോന്റെ മക്കളെ ഗർഭം ധരിച്ച് പ്രസവിച്ചവൾ ആ മോള് തന്നെ. നിങ്ങളെ പൊന്നാര മോന് 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത് ആ മരുമകളായ മോള് തന്നെ. ഏടങ്ങനെ ചിന്തിക്കുന്ന അമ്മായി? ഒരമ്മായി ഈ പറലുള്ളിൽ ഇങ്ങനെ നടക്കുമ്പോ കുളി മറന്ന് കുളിക്കുന്ന സൗണ്ട്. കുളിമറ മനസ്സിലായില്ലേ? കുളിമറക്ക് എന്താ പറയാ? കുളിമറന്നല്ലേ? കുളിമറന്റെ ഉള്ളിൽ ഭയങ്കര വെള്ളം കോരിയിട്ട് ഇങ്ങനെ പാട്ടലിങ്ങനെ ഒഴിച്ചിട്ട് കുളിക്കുന്ന സൗണ്ടൊക്കെ. എന്താന്നറിയില്ല, കിണറ്റില് വെള്ളം കുറഞ്ഞതാ, ബോറില് വെള്ളം കുറഞ്ഞതാ, അല്ല മഴ കുറഞ്ഞതാ, അല്ല പെറിന്റെ ഡ്രമ്മ് കാര്യായതാന്നറിയില്ല, വെള്ളം അട കമ്മിയാ. അപ്പൊ ഈ ഉമ്മ എന്താക്കി കാര്യത്തോടെ ചോദിച്ചു, ആരത് അതിന്റെ ഉള്ളിൽ പളപളാന്ന് കുളിക്കുന്നേന്ന്. ഇത് മരുമോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉമ്മ അങ്ങനെ കേട്ടത്. എങ്ങനെ ഈ പളപളാന്ന് കുളിക്കുന്ന ഇത് മരുമോവാണ് കുളിക്കുന്നത്. നോക്കുമ്പാടെ ഇന്നലെ വന്ന മോളുണ്ട്, ഓളാണ് അതിനുള്ളിൽ കുളിക്കുന്നത്. അപ്പൊ ആടുന്ന് മെല്ലെ ചെല്ലി ഉമ്മ ഞാനും കുളിക്കുന്നത്. അപ്പൊ ഉമ്മ എന്താ നേരെ ഉൾട്ടാക്കിയിട്ട് പറഞ്ഞത്, നീയാ മോളെ പിളിന്ന് കുളിക്കുന്നത്. അത് മോളാ പിളി എന്നായിപ്പോ. ആരത് വളവളാന്ന് വിളിക്കുന്നതിന് കേട്ട ഉമ്മ അതിൻ്റെ ഉള്ളത് മോളെന്ന് അറിഞ്ഞിട്ട് അപ്പൊ നീയാ പിളിന്ന് വിളിക്കുന്നത്. വളവളമായിട്ട് പിളി. എന്തേ വരുമോ മോളല്ലേ? അതെന്ത് പിളിയാവേ? ഹലോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്, അല്ലാണ്ട് ഇപ്പൊ ഈജിപ്തിന്റെ കഥ പറഞ്ഞല്ല. എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഇന്ന് സത്യം പറഞ്ഞാൽ കല്യാണം എന്നത് സ്വർഗത്തിൽ തുടങ്ങി, അതിന് അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ആദം ഹവ്വ ദമ്പതികൾ പുതിയാപ്പള പുതിനാട്ടിമാരായി വിവാഹ ജീവിതത്തിന് തുടക്കം കുറിച്ചത് സ്വർഗത്തില്. അതെ, ആ വിവാഹ ജീവിതം അവസാനിക്കുന്നതും സ്വർഗത്തില് തന്നെ. മുത്തുനബി തങ്ങളെ കല്യാണം സ്വർഗത്തിലുണ്ട്. അതിന്റെ ഇടയിലെ ഈ ദുനിയാവിലുള്ള ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം, കല്യാണ ജീവിതം ഇത് നരകത്തിലെ നരകത്തിന്റെ രൂപത്തിലാകരുത്, നരകതുല്യമാകരുത്. ഇവിടെയുള്ള ജീവിതവും സ്വർഗതുല്യമാകണം. സ്വർഗത്തില് തുടങ്ങിയത് സ്വർഗത്തില് അവസാനിക്കുന്നത്. ഈ ദുനിയാവിലുള്ള അതിന്റെ ഇടയിലും സ്വർഗമയമാകണം, നരകതുല്യമാകരുത്. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മമാരെ, ഭാര്യമാരെ, മക്കളമാരെ, മരുമക്കളെ, കാക്കമാരെ, അമ്മോഷന്മാരെ എല്ലാവരോടും പറയട്ടെ, ദാമ്പത്യ ജീവിതം സുഗമമായി നടക്കുന്ന വിഷയത്തിൽ, സുഖകരമായി സ്വസ്ഥമായി സ്വൈരമായി നടക്കുന്ന വിഷയത്തിൽ, നല്ലൊരു കുടുംബാന്തരീക്ഷം പടുത്തുയർത്തുന്ന വിഷയത്തിൽ, നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കുന്ന വിഷയത്തിൽ, നല്ല മക്കളെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഈ പറയപ്പെട്ട എല്ലാവർക്കും തുല്യാവകാശമാണ്. പ്രത്യേകിച്ച് മാപ്പിള പെഞ്ഞായിമാർക്ക് അതിലേറെ അവകാശമുള്ളത് ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്. പെണ്ണൊന്നറിയണേ, മരുമോളൊന്ന് കേൾക്കണേ, ഭാര്യയായിട്ടുള്ള പെണ്ണുമോളൊന്ന് കേൾക്കണേ. ഒരവസരത്തില് പോലും, ഒരു നിമിഷത്തില് പോലും, ഒരു കാര്യത്തില് പോലും ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കാരണം പെണ്ണിന്റെ ഭാര്യയുടെ സ്വർഗം തീരുമാനിക്കുന്നത് ഭർത്താവാണ്. ഒരു പെണ്ണ് ഭാര്യ അവൾ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവ്. ഇനി ഭർത്താവ് അങ്ങനെ ആണോ? ഇഞ്ചി കടിച്ച കുരങ്ങ് പോലായിട്ട് മാത്രം വലിയ ചമ്പാ പോയിട്ട് ഒരു കാര്യമില്ല. ഓനും കുറച്ച് ബോധമെല്ലാം വേണം.
ഇത് നല്ല ബാപ്പള നല്ല ഭാര്യന്റെ കഥ പറയുന്നത്. ആട്ടെ, ഏനോ തെമ്മാടിയാണ്, എന്നാലും നീ തെമ്മാടിയാകാൻ പാടില്ല. ഏനാവൻ നന്ദി കെട്ടവനാണ്, എന്നാലും പെണ്ണെ നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. നബി തങ്ങള് ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് പോവുകയാ. ഹബീബായ നബി തങ്ങള് പിരിശപ്പെട്ട മോള് അതേ കാണുമ്പോഴെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങളാകുന്ന വാപ്പ പൊന്നാരമോള ഉമ്മ വെക്കുമായിരുന്നു, ചുംബിക്കുമായിരുന്നു. ചുംബിക്കണമല്ലോ, പെണ്ണുമക്കളാകട്ടെ ആണുമക്കളാകട്ടെ, മക്കളോട് നല്ല പിരിശപ്പാട് വേണം, നല്ല ഒരുമപ്പാട് വേണം. അത് ഇന്നലെ കഴിഞ്ഞ വിഷയമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അത് ഇന്നലെ പറഞ്ഞ വിഷയമാണ്. എന്നാലും മക്കളെ ചുംബിക്കുക എന്നത് തെറ്റല്ല, എപ്പോഴും ഫാത്തിമ ബീവിയുടെ ഇരു കവിളുകളിലും നബി തങ്ങളാകുന്ന വാപ്പ സാധാരണ കാണുമ്പോ മുത്തുമായിരുന്നു. മോള് പിരിശപ്പെട്ട മോള് ഫാത്തിമാനെ അലിയാറ് തങ്ങൾക്ക് വിവാഹം കഴിക്കപ്പെട്ടതിന്റെ ശേഷം, അലിയാറ് തങ്ങളെ മണവാട്ടിയായി പോയതിന്റെ ശേഷം, അലിയാറ് തങ്ങളെ ഭാര്യയായിട്ട് ഫാത്തിമ ബീവി മാറിയതിന്റെ ശേഷം പൊന്നാര നബി തങ്ങളെ പിന്നെ കാണുമ്പോ മുത്തുന്നത് ചുംബിക്കുന്നത് കവിളിലല്ല, നെറ്റിയിലാണ്. കാരണം ഇതൊരു പുരുഷന്റെ ഉമ്മ കാണുന്ന സ്ഥലമാണ്, പുരുഷന്റെ വികാരത്തിന്റെ ചുംബനമേൽക്കുന്ന സമയമാണ്. ഒരു പുരുഷന്റെ ചൂടും പിന്നെ ചൂടും അവന്റെ സ്പർശനവും അനുഭവിച്ച ഒരു പെണ്ണിന് അങ്ങനെ ചുംബിക്കുന്നതിന് പാടില്ല, അങ്ങനെ ഹറാമാണെന്നല്ല. എന്നാലും ആ ചുംബനത്തിന് ചില മര്യാദകളുണ്ട്. പിന്നീട് നബി തങ്ങളെ മുത്തലും ചുംബിക്കലുമെല്ലാം അവിടത്തെ നെറ്റിയിലായിരുന്നു, ഫാത്തിമ ബീവിയുടെ നെറ്റിയില്. നമ്മളും അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന ഞാനിപ്പോ മുത്തമായി എന്തോ നീ ഇന്നോടെ മുത്താണ്ട് ഇന്നെന്റെ വേല കേട്ടിട്ട് പോയിട്ട് മുത്താങ്ങി നിങ്ങൾ ചിലപ്പോങ്ങളെ കിടാവിനെ പിടിച്ചിട്ട് അങ്ങനെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോ, ചുംബിക്കുന്നത് കണ്ടപ്പോ മഹാനായ ആ സഹാബി പറയുകയാ നബിയോട്, പൊന്നാര നബിയേ എനിക്ക് 10 മക്കളുണ്ട് നബിയെ, ഞാൻ ഇന്നോളം ഒരു കിടാവിനെ മുത്തിയിട്ടേ ഇല്ല. ഞമ്മളുടെ ഇടയിലുണ്ട് അങ്ങനത്തെ കിടാവിനെ കൊണ്ടത് തരുമ്പോ ഇത് പിടിച്ചോളി, ഇയാള് വേണ്ടി ബിരിയാണി ചുട്ട ചെമ്പൂതോടും പോലെ ദൂരത്ത് എന്ത് കിടാവല്ലേ, നിന്റെ കിടാവല്ലേ, എന്തേ ഒന്ന് ചുംബിച്ചിട്ട് സഹാബി പറയാ നബിയെ ഇന്നലെ 10 മക്കളുണ്ട്, ഞാൻ ഇന്നോളം ഇപ്പൊ നിങ്ങള് മുത്തന കാണുന്ന കിടാവിനെ അപ്പുറം പിടിച്ചിട്ട് ഞാൻ ഇന്നോളം ഒരു കിടാവിനെ മുത്തിയിട്ടില്ല എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞ മറുപടി, അതെ നിന്റെ കൽബിൽ അല്ലാഹു പിരിശപ്പാട് തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിലുള്ള കാരുണ്യം തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിലുള്ള വാത്സല്യം തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കൽബിൽ അല്ലാഹു തആല കുഞ്ഞളം പൈതങ്ങളോട് പിരിശപ്പാട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ കുറവ് തന്നെ. കുട്ടികളോട് നല്ല പിരിശപ്പാട് വേണം. അതേ ഫാത്തിമ ബീവിയെ കാണുകയാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നു. ഫാത്തിമ ബീവിയാകുന്ന പിരിശപ്പെട്ട മോളെ കാണുമ്പോ ഫാത്തിമ ബീവി ശരിക്കും നോക്കിയാ നബി തങ്ങൾ അതേ കോപ്പിയാ. മഹാന്മാരായ ഇമാമികൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, ശമായിലുൽ തുർമുദി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഫാത്തിമ ബീവി ഒരു വേള തിരിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ദൂരെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ പറയും അത് നബി തങ്ങളാണോ ഇരിക്കുന്നത്? കാരണം അതേ ഫാത്തിമ ബീവി നടക്കുന്നത് പിന്നിൽ നിന്നിട്ട് ഒരാൾ നോക്കിയാൽ അയാൾ സംശയിച്ചു പോകുമ്പോ നടക്കുന്നത് നബി തങ്ങളാണോ? നബി തങ്ങളെ അതേ നടത്തം. അതേ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിമത്തു ബിൽഅത്തു മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കരളാ. അവളോട് നിങ്ങൾ വിരിശം വെച്ചാൽ നിങ്ങൾ എന്റെ വിരിശം വെച്ചവരാണ്. അവൾ ആരെങ്കിലും ബേജാറാക്കിയാൽ നിങ്ങൾ എന്നെയും ബേജാറാക്കിയവരാണ്. ഹബീബുനാ റസൂലുള്ളാഹി ഫാത്തിമ ബീവിയെ
ബീവിയെ കാണാൻ അകന്നിരിക്കാൻ നബിതങ്ങൾക്കാവുന്നില്ല. കല്യാണം കഴിച്ചു പോയവളാണെങ്കിലും അലിയാറ് തങ്ങളെ ഭാര്യയായിട്ട് പറഞ്ഞയച്ചു പോയവരാണേലും ഇടക്കിടക്ക് നബിതങ്ങള് പോയി കാണും. കാണുമ്പോ നബിതങ്ങൾ കെട്ടിപ്പിടിക്കും, കുശലം പറയും, സുഖവിവരം അന്വേഷിക്കും, നെറ്റിയിൽ ഉമ്മ കൊടുക്കും, മാറി മാറി അവിടെ നിന്ന് ചുംബിക്കും. ഒരവസരം നബിതങ്ങൾ ഇതേപോലെ ചെയ്തു. കുറച്ച് കയ്യുമുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. വല്ലാത്ത മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, എന്തിന് കരയുന്നു? എന്തേ കരയുന്നു? എന്തേ കരയുന്നു? എന്തേ ഫാത്തിമ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ ചോദിക്കുമ്പോ ഫാത്തിമ പറയുകയാ, നബിയേ, ഇന്നലെ രാത്രി ഞാനും അലിയാറ് തങ്ങളാകുന്ന എന്റെ പിരിശപ്പെട്ട മണവാളനും എന്റെ മാപ്പിളയുമായ അലിയാറ് തങ്ങളോടൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെ വിഷയം പറയുമ്പോ ഞാൻ തമാശക്കെന്തോ പറഞ്ഞത്, മാപ്പിളയാകുന്ന അലിയാറ് തങ്ങൾക്കത് കാര്യമായി നബിയേ. പിന്നെ എന്നോട് മിണ്ടിയില്ല, എന്നോട് അരിശപ്പെട്ടു. ഞങ്ങളാണെങ്കിൽ പിണങ്ങിയതല്ല, സൗന്ദര്യപ്പിണക്കമാണ്. പിണങ്ങാനേന് ഞങ്ങളെ പോലത്തെ മാപ്പിള പെഞ്ഞായല്ലല്ലേ, നല്ലോറല്ലേ. എന്തോ ഇങ്ങനെ ഇരുന്നിട്ട് വിഷയാക്കുമ്പോ ആ മുണ്ടിത് കുറച്ചെന്തായി കാര്യം, അത് അലിയാർ വലിയ പിടിച്ചില്ല. മഹാനെന്തോ ടെൻഷനിലുണ്ടായിരുന്നു, മഹാൻ ബേജാറ്, മഹാൻ പിന്നെ മതി. പക്ഷേ മഹാനർക്ക് ബേജാറായി, മാപ്പിളക്കത് ഇഷ്ടപ്പെട്ടില്ല, മാപ്പിളയുടെ മനസ്സ് വേദനിച്ചു, വലിയാറ് തങ്ങളെ മനസ്സ് ബേജാറായി എന്നറിഞ്ഞപ്പോ ഫാത്തിമ ബീവിയുടെ മനസ്സ് പൊട്ടി, വല്ലാതെ ബേജാറായി. മഹാനാകുന്ന ഭർത്താവാകുന്ന മഹാനായ അലിയാറ് തങ്ങളുടെ ചുറ്റും അങ്ങനെ കറങ്ങുകയാണ്. പൊരുത്തപ്പെടണേ, ബേജാറാക്കല്ലേ, കുറ്റപ്പെടുത്തിയതല്ല നിങ്ങളെ മനസ്സ് വേദനിക്കണമെന്നർത്ഥത്തിൽ പറഞ്ഞതല്ല, ഞാനങ്ങ് പറഞ്ഞു പോയതാണ്, കാര്യമാക്കല്ലേ. യാ ഹബീബി ഇർളാനി, യാ ഹബീബി ഇർളാനി. എന്റെ സ്നേഹഭാജനമേ, എന്റെ സ്നേഹഭാജനമേ, എന്റെ പുരുഷത്തിന്റെ കനിയെ, എനിക്ക് മറക്കണേ, എന്നോട് പൊറുക്കണേ, ബേജാറാക്കല്ലേ, മിണ്ടാതിരിക്കല്ലേ. അങ്ങനെ നബിയെ, ഞാൻ അങ്ങനെ അവസാനം എന്തു പറഞ്ഞിട്ടും എന്റെ ഭർത്താവ് പൊരുത്തപ്പെടുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല. തുഫ്തു ഹൗലഹു تفتح له 72 مرة. പൊരുത്തപ്പെടണം, പ്ലീസ്, എന്നോട് ക്ഷമിക്കണം, മറക്കണം, മനഃപൂർവമല്ല എന്ന് പറഞ്ഞിട്ടൊന്ന് പൊരുത്തപ്പെടിക്കാൻ അലിയാറ് തങ്ങളാകുന്ന ഭർത്താവിന്റെ ചുറ്റും ഞാൻ 72 തവണ ചുറ്റി നബിയെ. 72 ചുറ്റി ഞാൻ വന്നു നബിയെ. ഞാൻ റൗണ്ട് അടിച്ചു, അങ്ങ് തിരിയുമ്പോ അങ്ങ് പോയി, ഇങ്ങ് തിരിയുമ്പോ ഇങ്ങ് പോയി, അങ്ങനെ ഞാൻ ചുറ്റിയിട്ട് അവസാനം 72ാമത്തെ തവണ ഞാൻ മറക്കണം, പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് എന്റെ ഭർത്താവിന്റെ പുഞ്ചിരിക്കുന്ന പല്ല് ഞാൻ കണ്ടു, എന്നോട് പൊരുത്തപ്പെട്ടു. ഇത് പറഞ്ഞപ്പോ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ? ഒരു വേള നിന്റെ ഭർത്താവെങ്ങാനും നീ എന്തോ കുറ്റം പറഞ്ഞതിന്റെ പേരിലും മനസ്സ് വേദനിപ്പിച്ചതിന്റെ പേരിലും അയാളെ മനസ്സ് നൊമ്പനാക്കുന്ന നിലക്ക് നീ പെരുമാറിയതിന്റെ പേരില് അയാളെങ്ങാനും ഇന്നാലെ നിന്നോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ നീ എങ്ങാനും മരിച്ചിരുന്നുവെങ്കിലോ ഫാത്തിമ, അതേ ഫാത്തിമ, നിന്റെ മേലെ ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കില്ലായിരുന്നു. ഇന്നലെ അയാൾ അരിസപ്പെട്ട നിലക്ക് നീ എങ്ങാനും മരിച്ചിരുന്നെങ്കില് നിന്റെ മേലെ ഞാൻ, എന്റെ മയ്യത്തിന്റെ മേലെ ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കില്ലായിരുന്നു. എന്തേ? നീ അറിഞ്ഞില്ല മോള്, നീ അറിഞ്ഞില്ലേ? അള്ളാന്റെ പൊരുത്തം മാപ്പിളന്റെ പൊരുത്തത്തിലാണ്.
അള്ളാന്റെ കോപ്പം മാപ്പിളന്റെ കോപ്പത്തിലാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത്, അവരെ മനസ്സ് കുത്തുന്ന വാക്കുകൾ പറയരുത്, അവരെ മുമ്പിൽ നാവ് നീട്ടരുത്. 16 ഇഞ്ചിന്റെ നാവ് നീട്ടിയിട്ട് ഇങ്ങനെ പകലന്തിയോളം ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ഒരു പണിക്കും പോകാതെ, ഒരു പണിക്ക് പോലും പോകാതെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് സിംഗിൾ നമ്പർ എടുത്ത് അതുപോലെ നാട്ടിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളിലെല്ലാം പെട്ട് മക്കളോടുള്ള ബാധ്യതകൾ അറിയാതെ പെരുമാറുന്ന ചില ഭർത്താക്കന്മാരുമുണ്ട്. വിസ്തരിച്ചു പറയാൻ ഇവിടെ സമയമില്ല, വിസ്തരിച്ചു പറയാൻ ഇവിടെ നേരെയില്ല. ഞാൻ ആ ഭാഗം ഉദ്ദേശിക്കുന്നേ ഇല്ല. കൊണ്ടുവന്ന കുറിപ്പ് ഞാൻ എന്റെ കീശ എടുത്തിട്ടേ ഇല്ല. അത് എന്തേ